ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു വറുത്തരച്ച മട്ടൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള മട്ടനാണ്. ഇത് 1 കിലോ ഉണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3-4 പച്ചമുളക്, ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ 6 ഇതൾ വെളുത്തുള്ളി, ഒരു മീഡിയം സൈസുള്ള ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ചൂടായ പാനിൽ ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 4 ഇതൾ വെളുത്തുള്ളി, 6 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണേ. തീ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. മട്ടനിൽ നമ്മൾ മസാല തേച്ച് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 5 വിസിൽ കുക്കറിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ പ്രഷറും അതുപോലെ മട്ടൻ്റെ വേവും അനുസരിച്ച് കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ. തേങ്ങ ഇപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലും ചൂടോടെ അരയ്ക്കരുത്. അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിയുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കണേ. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം. അതിനിപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില, 3-4 വറ്റൽമുളക്, ഒരു പിടുത്തം ചുവന്നുള്ളി, 6 ഇതൾ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയെടുത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ 2 തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് 1.5 ടീസ്പൂൺ. ഇങ്ങനെയുള്ള വറുത്തരച്ച കറികൾക്കൊക്കെ എപ്പോഴും മല്ലിയുടെ ഒരു ഫ്ലേവറാണ് ഈ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്, അത് 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഗരം മസാല നമ്മൾ ഓൾറെഡി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. തീ എപ്പോഴും കുറച്ച് ഇടാവുള്ളേ. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിലേക്ക് പൊഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിയാണ്, അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മട്ടൻ്റെ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കുറുകി വരണേ. കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഒരു 10 മിനിറ്റും കൂടി അടുപ്പത്തിരുന്ന് കറി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കുറുകി നല്ല വറ്റി വരണം. അപ്പോഴാണ് നല്ല അടിപൊളി വറുത്തരച്ച മട്ടൻ കറി ആവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്